നിങ്ങളിങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ. എത്ര ഭക്തിയോടെ ജീവിക്കണം, എത്ര വിശുദ്ധിയോടെ ജീവിക്കണം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 പീറ്റർ 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവിന് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 സംവത്സരം പോലെയും 1000 സംവത്സരം നമ്മൾ പറയുന്നത് ഒരു ദിവസം. കർത്താവിന് ഒരു ദിവസം, അതിൻ്റെ അർത്ഥം ഇപ്പോൾ 2000 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിന് 2 ദിവസമേ കഴിഞ്ഞുള്ളൂ അല്ലേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം ആയിട്ടേ ഉള്ളൂ കർത്താവിന്. അപ്പം നമുക്കാണ് ഈ 2025 കർത്താവിന് 2 ദിവസവും പിന്നെ ഒരു 25 വർഷം കൂടായി, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇരിക്കുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. അപ്പം ഇന്ന് രാവിലെ ആരും മറക്കരുത്, കർത്താവിന് ഈ നമുക്ക് 1000 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, അതേസമയത്ത് നമുക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷം. അടുത്ത വാക്യം, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ നിൽക്കട്ടെ. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ, ടു ഫുൾഫിൽ ഹിസ് പ്രോമിസ്. അപ്പോഴടുത്ത ചോദ്യം, വാട്ട് വാസ് ഹിസ് പ്രോമിസ്? എന്താണ് കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വാഗ്ദത്തം എന്താ? ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വാഗ്ദത്തെ മുറുകെ പിടിച്ച് അല്ലേ, ചിലരൊക്കെ പിടിച്ച് വെച്ച് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, പ്രാർത്ഥിച്ചോ. പക്ഷെ പൊതുവേ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി. എന്താണ്? ഇതാ ഞാൻ വേഗം വരുന്നു. അതാണൊരു വലിയ വാഗ്ദത്തം. ഇനി നിറവേറാൻ പോകുന്നൊരു വലിയ വാഗ്ദത്തം, നമ്മുടെ കർത്താവ് വരുന്നു. ആ വാഗ്ദത്തം പക്ഷെ അത് നിവർത്തിപ്പാൻ എന്തുകൊണ്ടോ താമസിക്കുന്നു. അപ്പം ഇവിടെ അപ്പോസ്തലൻ പറയാ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ള താമസമല്ല. കാര്യം, താമസത്തിനൊരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? ആരും നശിച്ചു പോകാതെ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കത്തക്കവണ്ണം ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കാൻ കാര്യം എന്താ? ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അപ്പം അത് തന്നെയാണ് ഇന്നും കർത്താവിൻ്റെ ഹിതം. ഒരു മനുഷ്യരും നശിച്ചു പോകരുത്, നാം രക്ഷിക്കപ്പെടണം, നിത്യജീവൻ പ്രാപിക്കണം. ഞാനിന്ന് രാവിലത്തെ സർവീസിൽ ചോദിച്ചു, കർത്താവ് ഇതുവരെയും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരർത്ഥത്തിൽ ഞാനിങ്ങനെ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ മുമ്പത്തെ ദിവസം, നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടൊരു ദിവസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ മുമ്പത്തെ ദിവസം കർത്താവ് വന്ന് തൻ്റെ സഭയെ കൊണ്ടങ്ങ് പോയിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ പോയേനെ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുക. നിങ്ങളിപ്പം 5 വർഷമായൊരു 10 വർഷം 20 വർഷം 30 വർഷമൊക്കെ ആയവരൊക്കെ ഉണ്ട് രക്ഷിക്കപ്പെട്ടിട്ട്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ മുമ്പേ ദിവസം കർത്താവ് വന്ന് പോയി, നിങ്ങളെവിടെ പോയേനെ? ആലോചിച്ച് നോക്കിയേ അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എന്തുകൊണ്ട് അന്ന് കർത്താവ് വരാത്തെ? ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു, ഞാൻ നശിച്ചു പോരുതെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, കർത്താവേ എന്നെ നീ അത്രയ്ക്ക് സ്നേഹിച്ചല്ല കർത്താവേ. അതുകൊണ്ട് നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം കർത്താവ് ഇതുവരെ വരാത്തത് കർത്താവിൻ്റെ ദീർഘക്ഷമയാണ്. ആരോടുള്ള? ഇനിയും രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷിക്കപ്പെടണം. ഇനി ഈ രക്ഷിക്കപ്പെട്ടു എന്ന് നടക്കുന്ന കുറേ പേരുണ്ട്. നമ്മൾ അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ചെന്ന് പെടണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നേരാമണ്ണം ജീവിക്കണം. അതിലേക്ക് നമുക്ക് താഴേക്ക് വരാം. അടുത്ത വാക്യം, കർത്താവിൻ്റെ ദിവസവും എങ്ങനെ വരും? കള്ളനെ പോലെ. അയ്യോ, അതെന്തൊരു ചേർച്ചയില്ല. കർത്താവിൻ്റെ ദിവസം എങ്ങനെയാ വരാൻ പോന്നേ? കള്ളനെ പോലെ. കള്ളൻ എങ്ങനെയാ വരുന്നേ? ഇന്ന് വരെ ഒരു കള്ളൻ, ഹലോ ഞാൻ കള്ളനാണേ, ഇന്ന് വൈകിട്ടൊരു 11 മണിയാകുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങും. കാണൂലല്ലേ, നേരത്തെ ഉറങ്ങിക്കോണേ, പട്ടിയെ പിടിച്ച് കെട്ടിയിടണം, പിന്നെ ഗേറ്റും പൂട്ടരുത്, ഇന്ന് നിങ്ങളെ ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
ഇങ്ങനെ അറിയിച്ചിട്ട് വരുന്ന ഒരു കൂട്ടരേ ഉള്ളൂ. ആരാന്നറിയാം? ക്രിസ്മസ് സമയത്ത് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ക്രിസ്മസ് കരോൾ ഇന്ന് 11-നും 11:30-ക്കും ഇടയ്ക്ക് ഞങ്ങൾ വരും, ദയവ് ഇത് ലൈറ്റ് കൂട്ടി ലൈറ്റ് അടച്ച് കിടന്ന് ഉറങ്ങരുത്. ഈ അറിയിച്ചിട്ട് വരുന്ന ക്രിസ്മസ് കാരല്ല, പക്ഷേ അറിയിക്കാതെ വരുന്ന കള്ളനാണ്. ഇവിടെ കർത്താവിൻ്റെ വരവിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് കള്ളനെ പോലെ വരുമെന്ന്. അതിൻ്റെ അർത്ഥം ഒട്ടും പ്രതീക്ഷിക്കാത്തിടത്തായിരിക്കും, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ കള്ളം വന്നിട്ട് പോയി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ വന്നിട്ട് പോയി എന്ന്. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് കഴിയുമ്പം വന്നിട്ട് പോയി. അപ്പം ചില കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പോൾ പിടികിട്ടി, അയ്യോ ഇവിടെ ആരാണ്ട് കയറി, ഇവിടെ ആരാണ്ട് രാത്രി വന്നു. അതുപോലെ കുറേ പേര് ഇവിടെ നിന്ന് കാണാതാവും അല്ലേ? അന്ന് മനസ്സിലാക്കും, അയ്യോ തൻ്റെ വിലയേറിയ നിക്ഷേപത്തെ കൊണ്ടുപോയി. ഒരു കള്ളം വീട്ടിൽ വരുമ്പോൾ എന്തുമായിരിക്കും മോഷ്ടിക്കാൻ വരുന്നത്? നിങ്ങളുടെ സ്റ്റോർ റൂമിൽ കയറി ആട്ടയും പഞ്ചാരയും കാപ്പപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് പോവോ? ആ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളെ മാത്രമേ മോഷ്ടിച്ചുകൊണ്ട് പോകൂ. ഇതുപോലെ കർത്താവിനെ ഏറ്റവും വിലയേറിയ, എനിക്ക് മാന്യരും വിലയേറിയവരുമാണെന്ന് കർത്താവ് കണ്ടിരിക്കുന്ന ചിലർ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള നമ്മളെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് വരും. പക്ഷേ അവൻ വരുന്ന നാഴിക മാത്രം വരുന്ന കർത്താവിന് പോലും അറിയത്തില്ല, കാരണം പിതാവിന് മാത്രമേ അതറിയത്തുള്ളൂ അല്ലേ? അങ്ങനെയെങ്കിൽ ആ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അന്നൊരു ഭയങ്കര ശബ്ദമായിരിക്കും, കൊടും മുഴക്കം. നമ്മളൊക്കെ ശരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഴക്കം എന്തുവാ? നമ്മളൊന്നും ശരിക്കുള്ള കേട്ടിട്ടില്ല. ഒരു വലിയൊരു മുഴക്കം കേൾക്കും. ആ കൊടും മുഴക്കത്തോടെ ആകാശം അങ്ങ് ഒഴിഞ്ഞു പോകും. അടുത്തത് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും. ഞാനെന്ന് പറയുമായിരുന്നേ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ഈ ടി വി കാണുന്നവരാണല്ലേ? വിശുദ്ധന്മാരാരും ഇവിടെ ഇല്ലല്ലേ? എല്ലാം ടി വിയൊക്കെ കാണുന്ന പാവികൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ പറയും ഞങ്ങൾ ന്യൂസ് മാത്രമേ കാണത്തുള്ളൂ. ഓ ശരി, ഞാൻ ചോദിച്ചില്ലല്ലോ അല്ലാത്തവരും കാണുമെന്ന്. ഓക്കെ, അപ്പോൾ ന്യൂസ് കാണുമ്പോൾ അതിനകത്ത് സ്ക്രീൻ ടൈമിൽ കൂടുതൽ കാണുന്ന ഒരു കാഴ്ച എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട എന്താ? തീ, ഫയറാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കപ്പലിൽ തീ, പ്ലെയിനിൽ തീ. വേറെ 2 രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിരി പൂത്തിരി കമ്പിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കുക. എല്ലായിടവും തീയാണ്. നിങ്ങൾ ചിരിക്കുന്നു, അവിടുത്തെ വേദന നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടു. 2 ഭാഗത്തും ഓർക്കണം അല്ലേ? അപ്പോൾ ഇന്ന് എവിടെ തിരിഞ്ഞാലും തീയാണ്. പക്ഷേ ഈ കപ്പലിലെ തീയും ഈ വിമാനത്തിലെ തീയും ഈ യുദ്ധഭൂമിയിലെ തീയും അതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട. ശരിക്കുള്ള തീ താണ്ട് വായിക്കാം, അടുത്തതായിട്ട് വായിക്കാം. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന അഴകുള്ള വിലയേറിയ വിലപിടിപ്പുള്ള എല്ലാ പണികളും, ഇൻക്ലൂഡിങ് നിങ്ങളുടെ വീടും കാറും ഉൾപ്പെടെ, നിങ്ങളിപ്പോൾ രാവിലെ തുടച്ചിങ്ങോട്ട് മഴയ്ക്കുമ്പോൾ കൊണ്ടുവന്നില്ലേ ആ കാറ് പുതിയത്, EV, ഇലക്ട്രോണിക് വെഹിക്കിൾ, ഹൈബ്രിഡ്, അതൊക്കെ അങ്ങോട്ട് കത്തിപ്പോകുന്ന രംഗം അങ്ങോട്ട് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആ വീട് നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് വെച്ച് അയ്യോ എന്തോ ആലോചിച്ച് നോക്കിയേ. അതെല്ലാം അതിൻ്റെ ആ ഇൻറ്റീരിയറൊക്കെ, പുതിയ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആ ഇൻറ്റീരിയർ തന്നെ ആലോചിച്ച് നോക്കിയാൽ എത്ര സെലക്ട് ചെയ്ത് നമ്മളിതെല്ലാം വെച്ച്. പക്ഷെ ഇതെല്ലാം അങ്ങ് കത്തിപ്പോകുമെന്ന്, എല്ലാം കത്തിപ്പോവും. പക്ഷെ ഇതെല്ലാം ഇവിടെ കത്തിപ്പോകുമ്പം ഈ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കും. ഇതൊന്ന് ഓർക്കണം പറയും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രസംഗിച്ച് കേൾക്കുന്നില്ല, കേട്ടോണം. അടുത്ത ആഴ്ച നമ്മൾ എത്ര പേര് ഭൂമി കാണുമെന്ന് അറിയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളോട് കേൾക്കാൻ ദൈവം കരുണ ചെയ്തിട്ട് നമ്മളെ ഒന്ന് കേൾപ്പിക്കുക. ഇനിയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാം കത്തിയഴിഞ്ഞ് സകല പണികളും വെന്തു പോവുകയും ചെയ്യും. അടുത്ത വാക്യം, ഇങ്ങനെ ഇവ ഒക്കെയും. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ വിലപിടിപ്പുള്ളതായി എന്തിനെല്ലാം നാം കാണുന്നോ അവയൊക്കെയും നമുക്കതെല്ലാം നമ്മുടെ സ്വന്തമാണോ എന്നുള്ളതല്ല, ഈ ഭൂമിയിലുള്ള എല്ലാം. അമേരിക്കൻ വൈറ്റ് ഹൗസും കത്തിപ്പോവും, ബർമിംഗ്ഹാം പാലസും കത്തിപ്പോവും, രാഷ്ട്രപതി ഭവനും കത്തിപ്പോവും, സൗദിയിലെ രാജാവിൻ്റെ കൊട്ടാരവും കത്തിപ്പോവും. പിന്നെ ഇനി എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാ അത്ഭുതങ്ങളും എന്ത് ചെയ്യും? കത്തിപ്പോവും. ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇങ്ങനെ ഇവയെല്ലാം കത്തി അഴിയുവാൻ ഉള്ളതാകെ ഇരിക്കാൻ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. നേരത്തെ വാക്യത്തിൽ 2 ഉണ്ടായിരുന്നു. നേരത്തെ കൊടുമുഴക്കത്തോടെ ആകാശം പോകുമെന്ന് പറഞ്ഞ്, ഇപ്പോൾ അത് ചുട്ടഴിയും. ഈ ആകാശം ഒന്നും മലയാളത്തിൽ കിടക്കുന്നത് ഇംഗ്ലീഷിൽ ഹെവൻസ് എന്നാണ് കിടക്കുന്നത്
അല്ലേ? അതായത് ഇത് മുഴുവൻ അങ്ങ് പോവും. ചുട്ടഴിയുവാനും വെന്തുരുവാനും പോകുമ്പം ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്, അതായത് ഇതൊക്കെ കാണിക്കുന്നത് ദൈവ ദിവസത്തിൻ്റെ ഒരു വരവ്. അത് കർത്താവിൻ്റെ ദിവസമൊന്നും ഇപ്പോഴിവിടെ ഇതേ വാക്യങ്ങളിൽ രണ്ടിടത്ത് ദ ഡേ ഓഫ് ദ ലോർഡ്, വേറെ ഡേ ഓഫ് ഗോഡ്, അതായത് കർത്താവിൻ്റെ ദിവസമെന്നും കർത്താവിൻ്റെ നാളെന്നും ദൈവ ദിവസമെന്ന് രണ്ട് വാക്ക് കിടക്കുന്നു. അപ്പോൾ ദൈവ ദിവസം എന്നൊരു ദിവസം, കർത്താവിൻ്റെ നാളെന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ എന്ത് ചെയ്യണം? നമ്മൾ കാത്തിരിക്കുക മാത്രമല്ല, അത് ബന്ധപ്പെടുത്തി, അത് ഇംഗ്ലീഷിൽ വി ക്യാൻ സ്പീഡപ്പ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിൻ്റെ വരവിനെ നമുക്കൊന്ന് നേരത്തെ ആക്കാൻ പറ്റുമോ? കർത്താവാണ് ഈ പറഞ്ഞ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാ വരണ്ടിയെന്ന്. പക്ഷേ അതിനെ നേരത്തെ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ പണി അങ്ങ് ചെയ്താൽ മതി. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളും കേൾക്കും, അപ്പോൾ അവസാനം വരും. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷം സകലരോടും ഒന്ന് അറിയിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ദൈവസഭയെ ഏൽപ്പിച്ചിട്ട് പോയത്, അല്ലാതെ ദൂതന്മാരെ അല്ല. അല്ലേ? ദൂതന്മാർക്ക് ഈ ജോലി കൊടുത്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അവർ വിതിൻ സെക്കൻഡ്സ്, അല്ലേ, കോടാനുകൂടി ദൂതന്മാരുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഭൂമിയിലുള്ള ഇനിയും സുവിശേഷം കേൾക്കാത്ത സകലരെയും അവർ ഈ സദ്വർത്തമാനം ഘോഷിച്ചേനെ. പക്ഷേ അവർക്ക് ആ ഭാഗ്യം അല്ലെങ്കിൽ ആ പദവി അല്ലെങ്കിൽ ആ ജോലി, ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പഴയ പാട്ട് പാടുന്നത്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. കണ്ടോ, ദൂതർക്ക് ഈ ദൂതറിയിക്കാൻ, രക്ഷാദൂതറിയിക്കാനുള്ള ഭാഗ്യം അവർക്ക് കൊടുത്തില്ല, പക്ഷേ ഈ ഭാഗ്യം എനിക്ക് കിട്ടി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ സുവിശേഷം പറയാനുള്ള ഭാഗ്യക്കുരു അടിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങൾക്ക് എന്നെ നോക്ക്, എപ്പോഴും എന്തോന്ന് ഭാഗ്യം? സുവിശേഷം പറയുന്നതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഒരവസ്ഥ ദൈവം നിങ്ങൾക്ക് തന്നു, ഒരു ഭാഗ്യകരമായൊരു ദൗത്യം നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ജോലി കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ ദൂത് പോയി പറയുക, ആ സുവിശേഷം പോയി അറിയിക്കുക. അത് നമ്മളെ ഓരോരുത്തരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പാസ്റ്റർമാരെയും സുവിശേഷരെയും മാത്രമല്ല, ഓരോ ദൈവവൈതലിനെ ഏൽപ്പിച്ച ദൗത്യം. അത് നമ്മളൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ കർത്താവ് വന്നേനെ, കർത്താവിൻ്റെ ദിവസം വന്നേനെ, അല്ലേ? അതൊന്ന് സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു അവർ ജോബ്. നമ്മുടെ പ്രശ്നം, നമ്മൾ നമ്മുടെ ജോലിയൊട്ട് ചെയ്യത്തുമില്ല, ചെയ്യിക്കുന്നതിനെ വിട്ട് ചെയ്യിക്കാൻ സമ്മതിക്കത്തുമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. കാര്യം നമ്മൾ ഈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി സുവിശേഷം പറയുന്നില്ല. ഇനി നമ്മൾ പോയി സുവിശേഷം പറഞ്ഞാൽ ആരും ഒട്ടും വില കൊടുക്കുന്നില്ല. കാര്യം അതുപോലെയാണെന്ന് ക്രിസ്തീയ സഭയുടെയും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുടെയും സാക്ഷ്യം. അത് കാരണം ഇപ്പം മനുഷ്യർക്കൊരു വിലയില്ലാത്ത കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? അങ്ങനത്തെ ഒരു കാലത്ത് വളരെ കഷ്ടമായിരിക്കുക എന്ന് സുവിശേഷം പറയുന്ന കാര്യം മനുഷ്യർ ഒത്തിരി ചിന്തിക്കുന്നു, ഒത്തിരി പഠിക്കുന്നു, ഒത്തിരി അറിവ് സമ്പാദിച്ചു. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ ഇനിപ്പോയി നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. കാര്യം നമ്മൾ ഈ വചനം പറയുമ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതാണ് അതിനകത്തുള്ളൊരു വലിയ സത്യം. അതിൻ്റെ വിഷയമല്ലാതെ ഞാൻ അങ്ങ് വിടുക. ശരി, അടുത്തത് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര അടുത്തത് കർത്താവ് വരുന്നത് കർത്താവിൻ്റെ ദിവസം അവിടെ നിൽക്കട്ടെ, അത് കർത്താവ് തീരുമാനിക്കട്ടെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? അതൊന്ന് ഒരു പഞ്ചിട്ട് വായിക്കുക. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. അതാ, എത്ര വിശുദ്ധിയോടെയും എത്ര ദൈവഭയത്തോടെയും നിങ്ങൾ ജീവിക്കണം. ഇംഗ്ലീഷിൽ വാട്ട് കൈൻഡ് ഓഫ് ദ ഹോളി ആൻഡ് ഗോഡ്ലി ലൈഫ് യു ഷുഡ് ബി ലീഡിങ്. എന്താ? ഇതൊക്കെ ഒഴിഞ്ഞു പോവും, ഇതൊക്കെ കത്തി അഴിഞ്ഞു പോവും. പക്ഷേ കർത്താവിൻ്റെ വരവുണ്ട്. ആ വരവിൽ നിങ്ങൾക്ക് എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ. എത്ര ഭക്തിയോടെ ജീവിക്കണം, എത്ര വിശുദ്ധിയോടെ ജീവിക്കണം എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്, പത്രോസ് പറയുന്നത്. മനസ്സിലായോ? ഒരു വാക്യം കൂടി ഇല്ലേ? എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം. അടുത്ത വാഗ്ദത്തം, നേരത്തെ വാഗ്ദത്തം എന്തായിരുന്നു? ഞാൻ വരും. അടുത്തത് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. എത്ര പേർക്കൊരു പുതിയ വീട് കിട്ടാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്കൊരു അല്ലേ, ഒരു പുതിയ ജോലി, ഒരു പുതിയ വീട്, ഒരു പുതിയ കാറ്, ഒരു പുതിയ ഫോൺ, എന്തെങ്കിലുമൊക്കെ പുതിയത് കിട്ടുമ്പം അയ്യോ പുതിയത്, അയ്യോ ഇത് മൊത്തം പുതിയതാക്കി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും
ദൈവം തരാൻ പോവാം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമി. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നീതി വസിക്കുന്ന, ഇന്ന് നമ്മൾ ഈ വസിക്കുന്ന ഈ ഭൂമിയിൽ നീതിയുണ്ടോ? എവിടെയെങ്കിലും ഒരു നീതിയുണ്ടോ? എങ്ങും ഒരു നീതി കിട്ടുന്നില്ല, നമുക്ക് കിട്ടത്തുമില്ല. പക്ഷേ നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ട്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. നിങ്ങളെല്ലാം എങ്ങോട്ട് പോകാൻ കാത്തിരിക്കുക? പറന്നു പോകുമേ, ഞാനും പറന്നു പോകുമേ, പറവകൾ കണക്കെ പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറന്നെങ്ങാണ്ട് പോയി. അവിടെ എന്താണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒത്തിരി വാസസ്ഥലമുണ്ട്, വലിയ കെട്ടിടങ്ങൾ, ട്വിൻ ഷെയറിങ് ആണോ, പെൻ്റ് ഹൗസ്, എന്താ മാൻഷൻസ്. അതെ, ശരിയാണ്, മാൻഷൻസ് എന്നാണ് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ വലിയ കൊട്ടാരങ്ങളെന്നാണ്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിലേതായിരിക്കും എൻ്റെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ ഭൂമി വെച്ച് മിണ്ടാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ കൊട്ടാരമായിരിക്കും നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ. അതിൻ്റെ അർത്ഥം നിങ്ങൾ നേരം വെളുത്ത് കഥ തുറക്കുമ്പം, പിന്നെ അവിടെ രാത്രിയും പകലും ഇല്ലല്ലേ, നേരം വെളുത്ത് കഥ തുറക്കണം, എപ്പോഴും തുറന്നിട്ടിരിക്കുക, അല്ലേ? നിങ്ങളെപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമില്ലായിരുന്ന വിശ്വാസിയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് എന്ത് ചെയ്യാൻ, അവരുടെ മാൻഷൻ അലോട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിലായിരിക്കും, അല്ലേ? കുറച്ചാൾ കഴിയുമ്പോൾ ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാലും നിത്യത, അല്ലേ? ഞാൻ തമാശയായിട്ടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം, അങ്ങോട്ട് പോകുന്ന കാര്യമല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെയാവും. ഒരു പുതിയ യെരൂശലേം ഇറങ്ങി വരും, അല്ലേ? ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അവനോടൊപ്പം നമ്മൾ വാഴും, അവനോടൊപ്പം ജീവിക്കുമെന്നല്ല, വാഴും. വി വിൽ റെയിൻ വിത്ത് ഹിം എന്നാണ്. അതൊന്നും സത്യം പറഞ്ഞ് ഇന്നത്തെ ഒരു ആവറേജ് വിശ്വാസിക്ക് എന്തുവാന്ന് പോലും പിടിയില്ല. ഇന്ന് ആ കൂടി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് സ്വർഗത്തിൽ പോയി കിട്ടണം. എന്തിനായി സ്വർഗത്തിൽ പോകാനുള്ള ഇത്രയും വലിയ കൊതി? നരകത്തിൽ പോകാൻ പേടിയാണ്, അതുകൊണ്ടാണ്. അല്ലാതെ ആരാണ്ട് പറഞ്ഞല്ലോ, ഞാൻ പണ്ടൊരു ഒരു സ്കിറ്റ് കണ്ട് പറഞ്ഞു, ഒരുത്തൻ എങ്ങനെയോ ചെന്ന് സ്വർഗത്തിൽ പെട്ടു. അവൻ ചെന്നത് അവനങ്ങ് ഭയങ്കര എക്സൈറ്റഡായി. ഏടാ, അയ്യോ, അവൻ താഴ്ച സ്വർണ്ണ വീതി, അവൻ ചോദിച്ചു ഇത് സ്വർണം, അയ്യോ. അടുത്തത് നോക്കിയാൽ എന്താണ്, പളുങ്ക് നദി, ഒറ്റച്ചാട്ടം, പളുങ്ക് നദി. ഇവൻ കണ്ടിട്ടില്ല പളുങ്ക് നദി. ഇവിടെ ചുമ്മാ ആമയഴിഞ്ഞാൽ തോട് കണ്ടുകൊണ്ടിരുന്നവൻ പളുങ്ക് നദി കണ്ടപ്പോഴത്തേക്കും ഇവനെടുത്ത് ഒറ്റച്ചാട്ടം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് അവിടെ മറ്റേ വൃക്ഷങ്ങൾ, എന്താണ് ജീവവൃക്ഷം, അതിൻ്റെയൊക്കെ ഇലകളൊക്കെ എന്താണ്, അയ്യോ, ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എല്ലാം കൂടെ കണ്ട്, ഇവന് അതിൻ്റെ അകത്തുള്ള പഴങ്ങളും എല്ലാം കൂടെ കണ്ട് അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴൊരു വല്യപ്പൻ അവിടെ ഇരിക്കുന്നു. ആരാണ്? മോശ. അയ്യോ മോസസ് അങ്കിൾ, അയ്യോ മോസസ് അങ്കിൾ. അടുത്ത എലൈജ അങ്കിൾ. അയ്യോ, ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് പുള്ളി എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട്, ഒന്ന് സെൽഫി എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരാൾ വന്നിട്ട്, ഹലോ, ആരാ? അല്ല, ഞാൻ കാരണമാണ് നീ ഇവിടെ വന്നത്. ആരാ? യേശു. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ സ്വർഗത്തിൽ ചെന്ന് ഈ പളുങ്ക് നദിയും സ്വർണ്ണത്തെരുവൊക്കെ കണ്ട ഈ നമ്മളെ കൊണ്ടുപോയ നമ്മുടെ കർത്താവിനെ കാണാൻ നമുക്ക് വലിയ താല്പര്യം കാണത്തില്ല. കാരണം എങ്ങനെയെങ്കിലും നരകം പിടിച്ച് സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളവിടെ ചെന്ന് പെട്ടത്, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞാൻ എന്താ ഇത് പറഞ്ഞതെന്നറിയാമോ? വൈ ഡു യു വാണ്ട് ടു ഗോ ടു ഹെവൻ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആ പഴയ പാട്ടുപുസ്തകങ്ങളെടുത്ത് പുറത്തൊന്ന് നോക്കിയേ, അതിനകത്തുള്ള എല്ലാ പ്രത്യാശയുടെ പാട്ടിലും എനിക്കെൻ്റെ നാഥനെ കാണണം, എനിക്കെൻ്റെ പ്രിയനെ കാണണം, അവൻ എന്നെ കാണുമ്പോൾ എൻ്റെ കെട്ടിപ്പിടിച്ച് എൻ്റെ കണ്ണീരെല്ലാം അവൻ തുടയ്ക്കും, അല്ലേ? അവൻ്റെ മാറോട് ഞാൻ ചേരും. അവിടെ നോക്കി, യേശു ഉള്ളത് കൊണ്ടാണ്, യേശു അവിടെ ഉള്ളത് കൊണ്ടാണ് ആ സ്വർഗം സമ്പന്നമായിരിക്കുന്നത്. ഇന്നത്തെ പ്രശ്നം നോക്കവിടെ, യേശു ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. അത്രയ്ക്ക് മെറ്റീരിയലിസ്റ്റിക്കാണ് നമ്മൾ. അത് ഇവിടെ വെച്ച് നമുക്കെല്ലാം നമുക്ക് വേണം, സ്വർഗത്തിലും എനിക്കെല്ലാം വേണം, അതെല്ലാം തരും. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുയേശുവിൽ പിതാവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. പക്ഷെ അവിടെ ചെല്ലണമെങ്കിൽ ഇവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, എന്താണ്? എത്ര ഭക്തിയോടും എത്ര വിശുദ്ധിയോടും ജീവിച്ചു വേണം അവിടെ ചെല്ലാൻ, അല്ലേ? പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് 3 ഹല്ലേലൂയയും പറഞ്ഞിട്ട് ആമേൻ കർത്താവേ യേശുവേ. ചിലർ വേഗമെന്ന് പറയും, ചിലർ വെറുതെ വരാം. വേഗമൊന്നും വേണമെന്നില്ല, വന്നാൽ മതി, എപ്പോഴെങ്കിലും വന്നാൽ മതി. ചിലർ ചുമ്മാ ശീലം കൊണ്ടങ്ങ് പറയുന്നത് വേഗം വരണമേ. ഈ വേഗമെന്ന് പറഞ്ഞുകൊണ്ട് 3 ഹല്ലേലൂയ പറഞ്ഞാലൊന്നും കർത്താവ് വരത്തില്ല. ഈ വാക്യപ്രകാരം കർത്താവ് വരാത്തത് ദീർഘക്ഷമയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ?
നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ അയൽക്കാരൊക്കെ രക്ഷിക്കപ്പെട്ടവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ രക്ഷിക്കപ്പെട്ടവരാണോ? അവരും കൂടെ രക്ഷിക്കപ്പെടാനല്ലേ കർത്താവ് വന്ന് അവർക്ക് വേണ്ടി ഒരിക്കലായിട്ട് മരിച്ചത്? അവരെന്താ രക്ഷിക്കപ്പെടാത്തത്? അവർക്ക് ക്രിസ്തുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അറിയാം, അവർക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്. ദേ ലവ് ജീസസ് ഓർ ദേ ലൈക്ക് ജീസസ്. അതാ അവർക്ക് യേശുവിനെ ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ദേ ഷുഡ് ബി റിയലി അട്രാക്റ്റഡ് ടു ലിവ് സച്ച് എ ലൈഫ്. നിങ്ങൾക്ക് ആ യേശുവിനോടുള്ള ബന്ധം കണ്ടിട്ട് അയ്യോ ഇതുപോലെ ഒരു ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ ദൈവത്തെ വേണം. ഞാൻ നല്ല വേർഷിപ്പ് ടീമിന് ഒരു കൊച്ചു ക്ലാസ് എടുക്കേണ്ടി വന്നു വൈകിട്ടത്തെ മീറ്റിങ്ങിന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യു ആർ ആക്ച്വലി ലീഡിങ് പീപ്പിൾ ഇൻ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവനെ സ്തുതിക്കാനും ആരാധിക്കാനും നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളെ ഉള്ള ദൈവം മാത്രമേ ഉള്ളൂ. ഈവൻ ദൂതന്മാർ പോലും ഓഡിയൻസ് അല്ല. കാര്യം അവരും ആരാധിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ, അല്ലേ? അപ്പം ദൂതന്മാരോടൊപ്പം നമ്മളും ആരാധിക്കുന്നു. പക്ഷേ ഒറ്റ പ്രശ്നം, ഈ ആരാധന ലീഡ് ചെയ്യുമ്പോൾ ലീഡേഴ്സിനോട് ഞാൻ പറയുന്നത്, യു പ്ലഞ്ച് ആൻഡ് യു റിയലി എൻജോയ് ദ ലിവിങ് റിവർ ഓഫ് ലൈഫ്, അല്ലേ? ആ ജീവൻ്റെ ആ നദിയിൽ നിങ്ങളങ്ങ് എടുത്തു ചാടി അത് നിങ്ങളങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങുക. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരിസരം മറന്ന് മതിമറന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പം കണ്ടു നിൽക്കുന്നവർക്ക് അയ്യോ ഇതുപോലെ എനിക്കും ആരാധിക്കണം, ഇതുപോലെ എനിക്കും ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞ് അവർക്കൊരു ദാഹം ഉണ്ടാവും. അയ്യോ ഇങ്ങനെ ഈ ദൈവത്തെ എനിക്കും വേണം, ഈ ദൈവത്തെ എനിക്കൊന്ന് സ്തുതിക്കണം, ഈ ദൈവത്തിൻ്റെ മഹത്വം എനിക്കൊന്ന് വാഴ്ത്തി പാടണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് വേണം എല്ലാവരും കൂടി ആരാധിക്കാൻ. ഇന്ന് അതൊന്നും കാരണമില്ല. ഇന്ന് പലപ്പോഴും ടെക്നിക്കലി അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ആരാധന നടത്തുക, അതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരാൾ കണ്ട അയ്യോ ആൾ പ്രാർത്ഥിക്കുമ്പം അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു, എനിക്കും അങ്ങനെ സംസാരിക്കണം, അല്ലേ? അങ്ങനെ നമ്മളൊരു സാക്ഷിയാവണം പ്രിയപ്പെട്ടവരെ. ഇന്ന് എത്ര പേരൊരു തീരുമാനം എടുക്കും, എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക. ഹൗ മെനി വിൽ ടേക്ക് എ ഡിസിഷൻ? ലോർഡ്, I know according to your promise you are going to come one of these days. But before that, Lord, I have something to do. വേറൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ I have to take care of myself. ഞാൻ എന്നെ സൂക്ഷിക്കണം. എങ്ങനെ? വിശുദ്ധിയോടെ ഭക്തിയോടെ ഞാൻ എൻ്റെ ജീവിതം കാക്കണം. 2, ഞാൻ ഇതുവരെയും ഈ കർത്താവിനെ അറിയാത്തവർക്ക് ഞാൻ ഈ കർത്താവിനെ പോയി പരിചയപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെ? ഈ കർത്താവിൻ്റെ സാക്ഷിയായി ഞാൻ ജീവിക്കണം. അതെവിടെ ജീവിക്കണം? ആദ്യം എൻ്റെ വീട്ടിൽ യെരുശലേമിൽ ജീവിക്കണം. 2, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ അയൽവക്കങ്ങളിൽ, അതായത് എൻ്റെ യഹൂദിയിൽ എല്ലായിടവും. അടുത്തത്, എനിക്കൊരു പക്ഷേ പോകാൻ വലിയ ഇഷ്ടമില്ല, ശമരി, അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, ആട്ടെ, അവരുടെ മുമ്പിലും സാക്ഷിയാണ്. ഇനി അടുത്തത്, ലിമിറ്റ് എവിടാ? ഭൂമിയുടെ അറ്റം വരെ നിങ്ങളെ ദൈവം കൊണ്ടുപോയാലും അവിടെയും നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷി തന്നെ ആയിരിക്കണം. ഇന്ന് ചിലരുണ്ട് വീട്ടിൽ സാക്ഷ്യമില്ല, പക്ഷേ എവിടെയെങ്കിലും പോയാൽ ഭയങ്കര സാക്ഷ്യമാണ്. ചിലരുണ്ട് വീട്ടിൽ നല്ല സാക്ഷിയാണ്, നല്ല ക്രിസ്ത്യാനികളാണ്, പക്ഷെ പുറത്തിറങ്ങിയാൽ അനങ്ങത്തില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുപോലുമില്ല. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ഇതെന്താണെന്നറിയത്തില്ല. ഇവിടെ ഭർത്താവ് പറഞ്ഞത്, നീ യെരുശലേമിലും യഹൂദിയിലെല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാണ്. കർത്താവെ, ഞാൻ നിൻ്റെ സാക്ഷിയായി, പ്രത്യേകിച്ച് ലജ്ജിക്കാത്ത സാക്ഷിയായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സമർപ്പിക്കുമോ? കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? Can we all close our eyes for a minute and say a prayer? Lord, I know why you are not coming. Even though you said I am coming soon, but you are delaying your coming just for a reason. The reason I understand from the word is, അങ്ങ് ദീർഘക്ഷമ കാണിക്കുന്നതാ. എന്തിന്? ആരോട്? ചിലർ കൂടെ രക്ഷിക്കപ്പെടട്ടെ, ഇല്ലെങ്കിലോ ചിലർ നശിച്ചു പോവും. ആരും നശിച്ചു പോരും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ കൂടെ രക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ വരവിനെ താമസിപ്പിക്കുന്നുവെങ്കിൽ, കർത്താവേ, ഇതെല്ലാം വെന്തുരുകി പോകാനാണ് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ എത്ര വിശുദ്ധിയോടെ ഭക്തിയോടെ ഞാൻ ജീവിക്കണമെന്ന് ഇന്നെനിക്ക് മനസ്സിലായപ്പാ, ഇന്നെനിക്ക് മനസ്സിലായി. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ ഗൗരവമായി എടുക്കുവാൻ, കർത്താവ് എൻ്റെ ജീവിതത്തെ കർത്താവെ ഞാൻ ഗൗരവമായി എടുത്ത് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ അപ്പാ. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. കഴിയുമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കേട്ട വനത്തിൻ്റെ മുമ്പാകെ ഞാനിങ്ങനെ
കർത്താവ് നിർവിചാരനായി ഇരിക്കാൻ എനിക്ക് കഴിയത്തില്ലപ്പാ, എനിക്ക് അലസനായിട്ട് ഇനി ഇരിക്കാൻ പറ്റത്തില്ലപ്പാ, എനിക്കിനി കർത്താവെ ഉഴപ്പി മടിയനായിട്ടിരിക്കാൻ കഴിയത്തില്ല. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവെ അങ്ങ് എങ്ങനെ എൻ്റെ പുറകെ വന്ന് എന്നെ തട്ടി ഉണർത്തി എന്നെ ധൈര്യപ്പെടുത്തി നീ എന്നെ മുന്നോട്ട് വിടുന്നു എന്നുള്ളത് ഞാനിന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ നീ എന്നെ മുന്നോട്ട് വീണ്ടും ധൈര്യപ്പെടുത്തി അയക്കുന്നത് എനിക്കൊരു വേല ചെയ്യാനുണ്ട് കർത്താവെ. അത് അങ്ങയുടെ വരവ് വരെ അല്ലെങ്കിൽ എൻ്റെ മരണം വരെ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കണമല്ലോ. അതിനായി എന്നെ അങ്ങയുടെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യബോധത്തിൽ ഞങ്ങളെ ഇരുത്തി നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് തന്നു കർത്താവേ. ഞങ്ങളെ നീ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചതിനായിട്ട് സ്തോത്രം. അതിനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടുന്ന കർത്താവേ ഉപദേശം മാത്രമല്ല, ഞങ്ങൾക്കൊരു കർത്താവെ ഒരു വളരെ ഗൗരവമുള്ളൊരു ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലുണ്ടെന്ന് കർത്താവെ ഞങ്ങളെ ഒടുവിലായിട്ട് ഞങ്ങളെ വീണ്ടും കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് ഈ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. ആയുസ് അവസാന ശ്വാസം വരെ അങ്ങയുടെ സാക്ഷിയായി നിൽക്കണം. അതും വിശുദ്ധിയോടെ ഞങ്ങൾ ജീവിക്കണം, ദൈവഭക്തിയോടെ ഞങ്ങൾ ജീവിക്കണം കർത്താവേ. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമ്പൂർണ്ണമായി പേരുപേരായി കുടുംബമായി സഭയായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ച കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ അവസരം തരുന്നുവെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവെ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.